അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനത്തോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കർത്താവിന് പുതിയ കീർത്തനം പാടുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് വലിയ കീർത്തനം പാടുവിൻ. ഭൂമി മുഴുവൻ കർത്താവിനെ സ്തുതിക്കട്ടെ. കർത്താവിനെ പ്രകീർത്തിക്കുവിൻ. തിരുനാമം വാഴ്ത്തിപ്പാടുവിൻ. അവിടുത്തെ രക്ഷ പ്രതിദിനം പ്രഘോഷിക്കുവിൻ. കർത്താവിന്റെ മഹത്വം ജനതകളുടെ ഇടയിൽ വർണ്ണിക്കുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ അറിയിക്കുവിൻ. കർത്താവ് ഉന്നതനും അത്യന്തം സ്തുത്യർഹനുമാകുന്നു. സകല ദേവന്മാരെക്കാൾ ഭീതിതനാകുന്നു. ജനതകളുടെ ദേവന്മാർ വ്യാജമൂർത്തികളാകുന്നു. കർത്താവോ ആകാശത്തിന്റെ സൃഷ്ടാവാകുന്നു. മഹത്വവും തേജസ്സും തിരുസന്നിധിയിലാകുന്നു. ശക്തിയും സ്തുതിയും വിശുദ്ധ മന്ദിരത്തിലും. ജനപദങ്ങളെ കർത്താവിനെ സ്തുതിക്കുവിൻ. അവിടുത്തേക്ക് ബഹുമാനമേകുവിൻ. തിരുനാമത്തിന് ആദരം നൽകുവിൻ. കാഴ്ചകളുമായി അങ്കണത്തിൽ പ്രവേശിക്കുവിൻ. തിരുമുറ്റത്ത് അവിടുത്തെ ആരാധിക്കുവിൻ. ഭൂമി മുഴുവൻ തിരുസന്നിധിയിൽ വിലകൊള്ളുന്നു. കർത്താവ് വാഴുന്നുവെന്ന് ജനതകളുടെ ഇടയിൽ പ്രഘോഷിക്കുവിൻ. കർത്താവ് ഭൂമിയെ ഇളകാതെ ഉറപ്പിച്ചു നിർത്തി. അവിടുന്ന് ജനതകളെ ന്യായപൂർവ്വം വിധിക്കും. ആകാശം ആഹ്ലാദിക്കട്ടെ, ഭൂതലം ആനന്ദിക്കട്ടെ. സമുദ്രം അതിന്റെ നിറവിൽ ഉല്ലസിക്കട്ടെ. വയലും അതിലുള്ളവയും പുഷ്ടിപ്പെടട്ടെ. ലോകത്തെ വിധിക്കാൻ വരുന്ന കർത്താവിന്റെ സന്നിധിയിൽ വനവൃക്ഷങ്ങൾ സ്തുതി പാടട്ടെ. അവിടുന്ന് ലോകത്തെ നീതിയോടെയും ജനതകളെ വിശ്വസ്തയോടെയും വിധിക്കും. കർത്താവ് ഭരണം നടത്തുന്നു. ഭൂമി ആനന്ദിക്കട്ടെ. ദൈവസമൂഹങ്ങൾ സന്തോഷിക്കട്ടെ. മേഘപടലങ്ങൾ അവിടുത്തെ ചുറ്റുമുണ്ട്. നീതിയിലും ന്യായത്തിലും അവിടുന്ന് തന്റെ സിംഹാസനം സ്ഥാപിച്ചിരിക്കുന്നു. തിരുമുമ്പിൽ അഗ്നി ജ്വലിക്കുന്നു. വൈരികളെ അത് ദഹിപ്പിക്കുന്നു.
മിന്നൽ പിണറുകൾ ലോകത്തെ പ്രകാശിപ്പിക്കുന്നു, ഭൂമി അത് കണ്ട് വിറകൊള്ളുന്നു. ഭൂമി മുഴുവന്റെയും അധിപനായ കർത്താവിന്റെ മുമ്പിൽ മലകൾ മെഴുക പോലെ ഉരുകുന്നു. ആകാശം ദീപനീതി പ്രഘോഷിക്കുന്നു, ജനതകളെല്ലാം ദിവ്യമഹത്വം ദർശിക്കുന്നു. ബിംബാരാധകരും വിഗ്രഹ സേവകരും ലസിക്കട്ടെ, മാലാഖമാരെല്ലാം അവിടുത്തെ ആരാധിക്കട്ടെ. കർത്താവേ, അങ്ങയുടെ ന്യായവിധികൾ കേട്ട് സിഹിയോൻ സന്തോഷിക്കട്ടെ, യൂദായുടെ പുത്രിമാർ ആനന്ദിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ഭൂമിയേക്കാൾ ഉന്നതനാകുന്നു, സർവ്വദേവന്മാരെക്കാൾ ഉത്കൃഷ്ടനാകുന്നു. കർത്താവിന്റെ സ്നേഹിതർ തിന്മയെ ദ്വേഷിക്കുന്നു, തന്റെ നീതിനിഷ്ഠരുടെ ആത്മാക്കളെ അവിടുന്ന് പരിപാലിക്കുന്നു. ദുഷ്ടരുടെ കരങ്ങളിൽ നിന്ന് അവരെ കാത്തുരക്ഷിക്കുന്നു. നീതിനിഷ്ഠർക്ക് പ്രകാശമുദിച്ചു, പരമാർത്ഥ ഹൃദയർക്ക് ആഹ്ലാദമുണ്ടായി. നീതിനിഷ്ഠരെ കർത്താവിൽ ആനന്ദിക്കുവേ, അവിടുത്തെ പരിശുദ്ധി പ്രകീർത്തിക്കുവേ. കർത്താവിന് പുതിയ കീർത്തനം പാടുവേ, എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് അത്ഭുതം ചെയ്തിരിക്കുന്നു. അവിടുത്തെ വലതുകരവും വിശുദ്ധ ഭുജവും അവരെ രക്ഷിച്ചിരിക്കുന്നു. കർത്താവ് തന്റെ രക്ഷ കാണിച്ചിരിക്കുന്നു, ജനതകളുടെ മുൻപാകെ നീതി വെളിപ്പെടുത്തിയിരിക്കുന്നു. ഇസ്രായേൽ ഭവനത്തോടുള്ള കൃപയും വിശ്വസ്തതയും അവിടുന്ന് അനുസ്മരിച്ചു. നമ്മുടെ ദൈവത്തിന്റെ രക്ഷ ഭൂതലം മുഴുവൻ ദർശിച്ചിരിക്കുന്നു. ഭൂവാസികളെ കർത്താവിനെ സ്തുതിക്കുവേ, ആഹ്ലാദിക്കുവിൻ, ആലപിക്കുവിൻ, പുകഴ്ത്തുവേ. കിന്നരമീട്ടി കർത്താവിനെ കീർത്തിക്കുവേ, വാദ്യഘോഷത്തോടെ സ്തുതിക്കുവേ, കാഹളം മുഴക്കി രാജാവായ കർത്താവിനെ വാഴ്ത്തുവേ. സമുദ്രം അതിന്റെ നിറവിൽ ഇളകി മറിയട്ടെ, ഭൂമിയും അതിലെ നിവാസികളും ആഹ്ലാദിക്കട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ കാട്ടാറുകൾ കൈയടിക്കട്ടെ, പർവ്വതങ്ങൾ സ്തുതി പാടട്ടെ. അവിടുന്ന് ഭൂമിയെ വിധിക്കാൻ വരുന്നു, ലോകത്തെ ന്യായത്തോടെയും ജനതകളെ നീതിയോടെയും വിധിക്കാൻ അണയുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദി മുതൽ എന്നേക്കുമാമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം, സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. മിശിഹായിലുള്ള ഏവനും പുതിയ സൃഷ്ടിയാകുന്നു, ലോകം നൂതനമായിവിടെ നവജീവൻ തന്നുറവിടമാം രക്ഷകനീശോ മിശിഹായിൽ. മിശിഹാ തൻ പരിപാവനമാം മരണത്താലെ മരണത്തിൻ ശക്തിക്കന്ത്യമുറപ്പിച്ചു, മരണം മൃത്യുവിനടിമയുമായി. ഉത്ഥിതനാദം കേട്ടപ്പോൾ മൃതരെല്ലാവരും ഉയരാർന്നു, സാത്താൻ ദുഃഖിതനെന്നാലോ സ്വർഗത്തിൽ പരമാനന്ദം. ദൈവം ദുഷ്ടരുടെ ശക്തി കെടുത്തും, സാത്താൻ വിങ്ങിക്കരയുന്നു, നൈരാശ്യമോടെ കേഴുന്നു. ഉരിയാടുന്നതി ദയനീയം, എന്നുടെ കയ്യിൽ നിന്നരിശൻ എന്നവകാശമവൻ മാറ്റി. മാമക ശക്തി കെടുത്തിയവൻ ഈശോ മാനവനുയരേകി. ആദത്തിനും മക്കൾക്കും ജ്ഞാനവഹേളന പാത്രവുമായി മാനവരെല്ലാം അവനാലേ ജീവൻ നേടി വിളങ്ങുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മിശിഹ തന്നുടെ കല്ലറയാൽ റാംസാക്കാരൻ യൗസേപ്പിൻ തോട്ടം പാവന പറുദീസ. മാലാഖമാരണിയണിയായി
സഹസ്രാപ്പേ നിരകൾക്കൊപ്പമിതാ വിണ്ണിൽ നിന്നിവിടണയുന്നു, കബറിൽ പ്രണമിച്ചിടുന്നു. ഉത്ഥാനത്താൽ മാനവരിൽ സ്വർഗാനന്ദം പകരുന്നോൻ, സുതനാം മിശിഹാ സ്തുത്യർഹൻ. സ്തോത്രം പാടി നമിച്ചിടാം. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ. കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ, പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ ആയോധനവും ശത്രുതയും, ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയോടങ്ങയെ വാഴ്ത്തിടാൻ. കർത്താവീശോ മിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ, തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ, അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ, സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നിങ്ങൾ മിശിഹായോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ മിശിഹായോട് കൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ഉന്നതത്തിലുള്ളവയെ അന്വേഷിക്കുവിൻ. ഭൗമിക കാര്യങ്ങളിലല്ല, ഉന്നതങ്ങളിലുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതിക്കുവിൻ. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ മരിച്ചിരിക്കുന്നു, നിങ്ങളുടെ ജീവനോ മിശിഹായോട് കൂടെ ദൈവത്തിൽ നിഗൂഢമായിരിക്കുന്നു. നമ്മുടെ ജീവനായ മിശിഹ പ്രത്യക്ഷപ്പെടുമ്പോൾ അവനോടുകൂടെ നിങ്ങളും മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മരണഭയത്താലാകുലരായി സാത്താനടിമകളായി മഹിയിൽ തെറ്റിലലഞ്ഞ നരാവലിയെ രക്ഷിച്ചവനെ വാഴ്ത്തിയിടാം. മർത്യകുലത്തിൻ പാപത്താൽ സ്വർഗകവാടമടഞ്ഞപ്പോൾ അനുരഞ്ജകനായി നിന്നവനെ മർത്യനു നീയേ മധ്യസ്ഥൻ. ഞങ്ങൾ തേടിയതില്ലെന്നാൽ ഞങ്ങളെ നേടാൻ ഈ മണ്ണിൽ വന്നു വസിച്ച പരാപരനെ നന്ദിയോടങ്ങയെ വാഴ്ത്തുന്നു. കാണാതാ
പുനരധിവാസത്തെ കർത്താവേ നീ വെളിവാക്കി. തെറ്റിൽ വീണവരെന്നാലും വീണ്ടും ഞങ്ങൾക്കുയിരേകി. പുത്രസമാനം സ്വർഗത്തിൽ പുനരവകാശം നൽകി നീ. താതനും അതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതി എന്നേക്കും, ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. പൗലോസ്ലീഹ കൊളോസസിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് നിങ്ങളിൽ ഭൗമികമായിട്ടുള്ളതെല്ലാം, അസന്മാർഗികത, അശുദ്ധി, മനഃക്ഷോഭം, ദുർവിചാരങ്ങൾ, വിഗ്രഹാരാധന തന്നെയായ ദ്രവ്യാസക്തി, ഇവയെല്ലാം നശിപ്പിക്കുവിൻ. ഇവ നിമിത്തം ദൈവത്തിൻ്റെ ക്രോധം വന്നു ചേരുന്നു. നിങ്ങളും ഒരിക്കൽ അവയ്ക്കനുസൃതമായി ജീവിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ അവയെല്ലാം ദൂരെ എറിയുവിൻ. അമർഷം, ക്രോധം, ദുഷ്ടത, ദൈവദൂഷണം, അശുദ്ധ ഭാഷണം തുടങ്ങിയവ വർജിക്കുവിൻ. പരസ്പരം കള്ളം പറയരുത്. പഴയ മനുഷ്യനെ അവൻ്റെ ചെയ്തികളോടുകൂടി നിഷ്കാസനം ചെയ്യുവിൻ. സമ്പൂർണ്ണ ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിൻ്റെ പ്രതിച്ഛായയ്ക്കനുസൃതമായി നവീകരിക്കപ്പെടുന്ന പുതിയ മനുഷ്യനെ ധരിക്കുവിൻ. ഇവിടെ ഗ്രീക്കുകാരനെന്നോ യഹൂദനെന്നോ പരിച്ഛേദിതനെന്നോ അപരിച്ഛേദിതനെന്നോ അപരിഷ്കൃതനെന്നോ സിദ്ധിയനെന്നോ അടിമയെന്നോ സ്വതന്ത്രനെന്നോ വ്യത്യാസമില്ല. പിന്നെയോ ക്രിസ്തു എല്ലാമാണ്, എല്ലാവരിലുമാണ്. അതിനാൽ ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരും വാത്സല്യഭാജനങ്ങളും പരിശുദ്ധരുമെന്ന നിലയിൽ നിങ്ങൾ കാരുണ്യം, ദയ, വിനയം, സൗമ്യത, ക്ഷമ എന്നിവ ധരിക്കുവിൻ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ തന്നെ നിങ്ങളും ക്ഷമിക്കണം. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം പരിശീലിക്കുവിൻ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തൻ്റെ ഉത്ഥാനത്താൽ പാതാളവാതിലുകൾ തകർക്കുകയും മരണത്തെയും പാപത്തെയും നശിപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തൻ്റെ ഉത്ഥാനത്താൽ മരണത്തെ നശിപ്പിച്ച് ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും എല്ലാ സൃഷ്ടികളെയും സന്തോഷിപ്പിക്കുകയും ചെയ്ത കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തൻ്റെ ഉത്ഥാനത്താൽ കല്ലറകളിലുള്ളവരെ ജീവിപ്പിക്കുകയും മനുഷ്യ സ്വഭാവത്തെ മർത്യതയിൽ നിന്ന് ഉയർത്തുകയും ചെയ്ത കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തൻ്റെ ഉത്ഥാനത്തിൻ്റെ സന്ദേശം കല്ലറയിങ്കലെത്തിയ സ്ത്രീകളെയും അവർ വഴി സ്ലീഹന്മാരെയും മറ്റു ശിഷ്യരെയും അറിയിക്കുകയും ലോകം മുഴുവനിലും രക്ഷ നൽകുകയും ചെയ്ത കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തൻ്റെ സ്ലേഹന്മാർക്ക് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുകയും അവരുടെ മേൽ നിശ്വസിക്കുക വഴി പരിശുദ്ധ റൂഹായെ അവർക്ക് നൽകുകയും ചെയ്ത കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സകല ജനപദങ്ങളെയും പഠിപ്പിക്കാനും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ അവർക്ക് മാമോദീസ നൽകാനും ശിഷ്യന്മാരെ അയച്ച കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. തൻ്റെ ഉത്ഥാനം ആഘോഷിക്കുന്ന ഞങ്ങളോടൊപ്പം ലോകാവസാനത്തോളം ഉണ്ടായിരിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പൊലീത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. പിതാവായ ദൈവത്താൽ സഭയുടെ ശിരസ്സായി ഉയർത്തപ്പെടുകയും സ്വർഗത്തിൽ നവവൃന്ദം മാലാഖമാരാൽ അനവരതം സ്തുതിക്കപ്പെടുകയും ഉത്ഥാന തിരുനാളിൽ ഭൗമികരാൽ ആരാധിക്കപ്പെടുകയും ചെയ്യുന്ന കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവർത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്ക്